നമസ്കാരം. അമേരിക്കയുടെ സ്ഥിതി ആകെ പരിങ്ങലിലാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ വെല്ലുവിളിയാണ് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു കരകയറുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയെ കാണാനെത്തിയത് മാർക്കോ റൂബിയോ. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ഭാരതത്തിൽ സന്ദർശനം നടത്തുന്നതിനിടയിൽ എസ് ജയശങ്കറിനെ കണ്ടു. അതോടൊപ്പം തന്നെ കൊൽക്കത്ത മദർ തെരേസ ഹൗസിൽ പോയി അവിടുത്തെ സന്യാസിനിമാരെയൊക്കെ കണ്ടു. സന്യാസിനിമാർ നേരെ മമതാ ബാനർജിയൊക്കെ കാണുവാൻ പോയിട്ട് പല സമ്മർദ്ദ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഫലവത്തായിട്ടില്ല. ഒടുവിൽ നിർബാധം തിരിച്ചൊരു മറുപടിയും പറയാതെ കാലിൽ വീഴുക, എസ് ജയശങ്കറിൻ്റെ കാലിൽ വീഴുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ള കാര്യം മനസ്സിലായി. വലിയ രീതിയിൽ വീണ് കേണിട്ടൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളത്. അത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലൊക്കെയുള്ള ഒരു താൻ പോരിമയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അമേരിക്ക കാല് പിടിച്ചിരിക്കുകയാണ് ഭാരതം ഡിസ്പ്ലഷറൊക്കെ രേഖപ്പെടുത്തി, ഒരു അസംതൃപ്തിയൊക്കെ അമേരിക്കയോട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ചെയ്ത പല കാര്യങ്ങളിലും. അങ്ങനെ ഭാരതമില്ലാതെ ഇനി അമേരിക്കയ്ക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം ചൈനയും സഹകരിക്കുന്നില്ല അമേരിക്കയോട് എന്നുള്ളതാണ്. ചൈനയും സഹകരിക്കുന്നില്ല, ഭാരതം സഹകരിച്ചില്ല എങ്കിൽ ഇനി ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് ഒരു രീതിയിലും ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. നേരത്തെയൊക്കെ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരാഘോഷങ്ങളും സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ ഭാരതത്തിൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സമയത്ത് ട്രംപ് മോദി എൻ്റെ വലിയ സുഹൃത്താണ്, മോദിയുടെ ഫാനാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ നോക്കി. ഭാരതവുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ ഉലച്ചിൽ അതുകൊണ്ടാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ മനസ്സിലായി, ഭാരതത്തെ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് ലോകത്തിൽ മറ്റെവിടെയും അമേരിക്കയ്ക്ക് ലഭിക്കില്ല എന്നവർക്ക് മനസ്സിലായി. പ്രത്യേകിച്ചും മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഭാരതം ഒരു കൗമാരദിശയിൽ, സമ്പദ് വ്യവസ്ഥയുടെ കൗമാരദിശയിലാണ്. ഏറെ മുന്നോട്ട് പോകുവാനുള്ള ഒരു പൊട്ടൻഷ്യൽ കഴിവുള്ള ഒരു രാജ്യമാണ്. ഒരുപാട് യുവാക്കളുള്ള രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും അധികം യുവാക്കളുള്ള രാജ്യമാണ്. നമ്മുടെ ആവറേജ് ഏജ് തന്നെ ഏകദേശം 20-22 വയസ്സൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം യുവതയാൽ സമ്പന്നമായ ഒരു രാജ്യത്തെ പിണക്കുന്നത് ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ അഭികാമ്യമല്ല എന്ന തിരിച്ചറിവാണ് മാർക്കോ റൂബിയോ കൊണ്ട് ഭാരതത്തിൻ്റെ കാല് പിടിക്കാൻ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്. അവർ ചൈനയിലേക്ക് വിസിറ്റ് നടത്തി. ട്രംപ് ചൈനയിൽ പോയി വിസിറ്റ് നടത്തിയിട്ട് സിയുമായിട്ട് സംസാരിച്ചപ്പോൾ, സി ജിൻപിങ്ങുമായി സംസാരിക്കുന്ന സമയത്ത് സി തിരിച്ചു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, അമേരിക്ക ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. അധിക നാളൊന്നും അമേരിക്കയ്ക്ക് ഇനി മുന്നോട്ട് പോകുവാൻ പറ്റില്ല, പഴയ പ്രതാപത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തുറന്നു പറഞ്ഞു ട്രംപിനോട്. അത് മാത്രവുമല്ല, ട്രംപും അതോടൊപ്പം തന്നെ സിയും തമ്മിലിരിക്കുന്ന ഒരു ചർച്ച നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ട്രംപ് ഒരല്പം താഴെയാണ്, സി ഒരല്പം മുകളിലാണ്. അതോടൊപ്പം തന്നെ ചൈനീസ് സോഷ്യൽ മീഡിയ കണക്കറ്റ് ട്രംപിനെ കളിയാക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ ക്ഷീണമാണ് അമേരിക്കയ്ക്ക് ചൈനയിൽ നിന്ന് ലഭിച്ചത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചൈനയ്ക്ക് വലിയ രീതിയിലൊന്നും അമേരിക്കയെ പിന്തുണയ്ക്കേണ്ടയോ മറ്റു ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. ചൈന വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. ഭാരതവും ആ രീതിയിൽ തന്നെയാണ് മറുപടി പറഞ്ഞത്. ഇനി നേരത്തെ ഉണ്ടായിരുന്നത് പോലുള്ള വളരെ ഊഷ്മളമായ സൗഹൃദം അമേരിക്കയുമായി സ്ഥാപിക്കുന്നതിന് മുന്നേ ഭാരതം ഒന്ന് ചിന്തിക്കും. എന്തായാലും ആ സൗഹൃദമൊന്നും വിട്ടുകളയാനൊന്നും പറ്റില്ല. കാരണം ചൈനയേക്കാൾ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചൈന അത്ര പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഏത് സമയത്തും സാമ്രാജ്യത്വ ചിന്തയുമായി നടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ടുള്ള പോളിസികളിലൊന്നും ഭാരതത്തിന് ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയുമില്ല. ചൈനയ്ക്കും ഭാരതത്തിന് ഇപ്പോൾ ആവശ്യമാണ്, എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഭാരതത്തിനെ ആവശ്യമാണ്. കാരണം ഭാരതത്തിന് ഇന്ന് ലോകത്തിൽ വലിയ ഡിമാൻഡാണുള്ളത്. ഭാരതം പറയുന്നത് കേൾക്കാൻ ലോകം കാതോർത്തിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ നമസ്കാരം പറയുന്നത് കേൾക്കാനും, നമ്മുടെ നമസ്കാരം അവരിപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും പറഞ്ഞ് ശീലിക്കുന്നുണ്ട്. ഭാരതം എന്താണ്, ഭാരതത്തിൻ്റെ സംസ്കാരം എന്താണ് എന്ന് ലോകം ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിശയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അത്രമാത്രം ലോകം ഭാരതത്തിനെ വിശ്വസിക്കുന്നുണ്ട്, ഭാരതത്തിൻ്റെ വഴിയെ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. യോഗ ഉൾപ്പെടെയുള്ള ആധ്യാത്മികമായിട്ടുള്ള വ്യായാമവും നമ്മുടെ ഏകാഗ്രതയും നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വമംഗളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുവാനും അതുപോലെ സഞ്ചരിക്കുവാനും ലോകം ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. ലോകം ഒരു ജഗദ്ഗുരുവായ ഭാരതത്തെ
കാണുന്നുണ്ട്. ഭാരതത്തിൻ്റെ കാലടികളിലൂടെ നടക്കുവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരു ലോകത്തിനെയാണ് നമുക്കിപ്പോൾ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ ചൈനയും ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചൈനയുടെ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഭാരതത്തിൽ വന്നാൽ മാത്രമേ ചൈനയുടെ ഉത്പന്നങ്ങൾ പലപ്പോഴും പല ഇടങ്ങളിലും അവർക്കൊരു പിന്നോട്ടടി നേരിടുന്നുണ്ട്. അതായത് ആ ഉത്പന്നങ്ങളൊന്നും തന്നെ അവിടെ എടുക്കുന്നില്ല. ഭാരതത്തിൻ്റെ ഒരു മേക്ക് ഇൻ ഇന്ത്യ ബ്രാൻഡോടുകൂടി എത്തിയാൽ തീർച്ചയായിട്ടും ആ ഉത്പന്നങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ടാവും, ആവശ്യക്കാരുണ്ടാകും എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അത്തരത്തിൽ അമേരിക്കയെ ചൈന പിണക്കി അയച്ചുവെങ്കിലും ഇന്ത്യയോട് ഒരു പിണക്കം ചൈനയ്ക്കില്ല. ഇന്ത്യ ഒരു സൗഹാർദ്ദപരമായി സമീപിക്കുവാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ചൈന മിക്കവാറും വളരെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ സാമ്പത്തികമായി അമേരിക്കയെ മറികടന്ന് മുന്നോട്ട് പോകും. ചില സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലൊക്കെ അമേരിക്കയേക്കാൾ കുറച്ചുകൂടി പിറകിലാണ് ഇപ്പോഴും ചൈന. ഇപ്പോൾ AI കാര്യത്തിലായാലും സ്പേസ് ടെക്നോളജിയുടെ കാര്യത്തിലായാലും ചില സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലൊക്കെ ചൈന അമേരിക്കയേക്കാൾ പിന്നിലാണെങ്കിലും സാമ്പത്തികമായി ഇപ്പോൾ വളരെയധികം സുരക്ഷിതമാണ്. ഉടൻ തന്നെ ചൈന അമേരിക്കയെ മറികടന്ന് മുന്നോട്ട് പോകും. ഭാരതവും അത്തരത്തിൽ തന്നെ അമേരിക്കയെ 3-ാം സ്ഥാനത്താക്കി മുന്നോട്ട് പോകും. ഇപ്പോൾ തന്നെ പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ 3-ാം സ്ഥാനത്താണ് ഭാരതം. ഈ 3-ാം സ്ഥാനം എന്നുള്ളത് ഇനി ഉടൻ തന്നെ അത് 2-ാം സ്ഥാനത്തിലേക്കും 1-ാം സ്ഥാനത്തിലേക്കും ഒക്കെ മാറാൻ അധിക സമയമൊന്നും എടുക്കില്ല. അത്തരത്തിൽ വളരെയധികം സുരക്ഷിതമായ ഒരു രീതിയിൽ കൂടിയാണ് ഭാരതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഭാരതത്തിന് ആവശ്യത്തിനേറെ യുവാക്കളുമുണ്ട്. തൊഴിൽ ചെയ്യുവാൻ സന്നദ്ധമായിട്ടുള്ള യുവാക്കൾ ഭാരതത്തിനുണ്ട്. ഭാരതത്തിൻ്റെ ബൗദ്ധിക മൂല്യം ഇപ്പോൾ വളരെയധികം ബൗദ്ധിക മൂലധനം വളരെയധികം കൂടുതലാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ അത്തരത്തിലാണ് ഭാരതത്തിൻ്റെ ഒരു അവസ്ഥയും. അതുമാത്രമല്ല, ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയേക്കാൾ കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റും റഷ്യ എന്നുള്ളതാണ്. റഷ്യ സഹായിച്ചതുപോലെ ചൈനയെ മറ്റാരും തന്നെ സഹായിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ട്രംപ് വന്ന സമയത്ത് ട്രംപിനെ സ്വീകരിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവർ പുടിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അത് മാത്രമല്ല, ചിന്തിച്ച് നോക്കുമ്പോൾ ചൈന ഇനി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിന് മാത്രമാണ് ഇനി ചൈനയെ മറികടക്കുവാൻ ഉള്ള ഒരു ശേഷിയുള്ളത്. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ്. ഒരുപാട് ജനസംഖ്യ ഉള്ള രാജ്യമാണ്. 180 കോടിയോളം ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. അമേരിക്കയുടെ ഒരു അവസ്ഥ എടുത്താൽ 35 കോടി ജനം മാത്രമേ ഉള്ളൂ. ചൈനയുടെ അവസ്ഥ എടുത്താലും ചൈനയിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചൈനയിൽ ഒരു ഏജിങ് പോപ്പുലേഷനാണ്. വൃദ്ധന്മാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, യുവാക്കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഭാരതം അങ്ങനെയല്ല. ജനസംഖ്യയുടെ കാര്യത്തിലായാലും ഏറ്റവും ആരോഗ്യവത്തായ ഒരു ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന് വളരെ കൃത്യമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്. അത് നിർമ്മിച്ചെടുക്കുവാൻ ശേഷിയുള്ള ഒരു ഭരണവ്യവസ്ഥയും ഭരണകൂടവും ഭാരതത്തിലുണ്ട്. സ്കിൽ മിഷനുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രൊജക്റ്റുകളാണ് ഭാരതത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ഭാരതത്തിൻ്റെ സൈന്യം വളരെയധികം ശക്തമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സൈനിക തലത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ രീതിയിലും കണക്കിലെടുത്ത് നോക്കിയാലും ഭാരതം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ യുദ്ധവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ ഇറാൻ്റെ കാര്യത്തിലും അമേരിക്ക ആകെ പരിങ്ങിയിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക പറയുന്നതൊന്നും കേൾക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. നേരത്തെ ഇറാൻ എന്താണോ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ അവിടെ ഭാരതം വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭാരതം വിചാരിച്ചില്ലെങ്കിൽ ഇറാൻ വഴങ്ങിക്കൊടുക്കില്ല. ഭാരതത്തിന് ഭാരതത്തിൻ്റെ വാക്കുകൾക്ക് അത്രയധികം പ്രാധാന്യം ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും വലിയ ശക്തിയോടുകൂടി ഭാരതം മുന്നോട്ട് പോകുന്നു. ഭാരതത്തിൻ്റെ വാക്കുകളെ ലോകം കാതോർത്തിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.